ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് കണക്കിൻ്റെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ കേൾക്കാണ്ട് താൻ തോന്നിയിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവൻ കണക്കാ അല്ലെങ്കിൽ അവൾ കണക്കാ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും നിന്ന് ചീത്ത കേട്ടു അല്ലെങ്കിൽ അടി കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയും കണക്കായിപ്പോയി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അവന് കണക്കിന് കിട്ടി അല്ലെങ്കിൽ അവൾക്ക് കണക്കിന് കിട്ടി എന്ന് പറയും. ഇപ്പോൾ കമ്പനിയിൽ കണക്ക് നോക്കുന്ന ഒരാളാണെങ്കിൽ ആളെക്കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? അവനവിടെ കണക്ക് നോക്കലാ പണി എന്ന് പറയും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പച്ചന്മാരൊക്കെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ പറയും ഒക്കെ കണക്കാ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എന്ന് പറയും അല്ലേ. പിന്നെ നമ്മൾ പറയും എന്തെങ്കിലും മാത്സ് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ ഈ കണക്കൊന്ന് ശരിയാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആരും പഠിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്ത് പറയും? എല്ലാവരും കണക്കാ. ഇനിയിപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടീനെ കണ്ടാലോ, മാത്സിൽ പുലിയായിട്ടുള്ള ഒരു കുട്ടീനെ കണ്ടാലോ നമ്മൾ എന്താ പറയും? അവൻ കണക്കിൽ പുലിയാട്ടാ. ഇതൊന്നും പോരാണ്ട് നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അത് ബബ്ബ എന്നല്ല, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാത്രേ. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ കണക്ക് ആളൊരു കേമൻ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.